വിവാദ ഉത്തരവിൽ വിശദീകരണവുമായി SBI. പ്രതിമാസം 4 ATM ഇടപാടുകൾ സൗജന്യമാക്കിയതായി SBI. 4 കൂടുതലുള്ള ഓരോ ATM ഇടപാടിനും 25 രൂപ സർവീസ് ചാർജ് ഈടാക്കാനും തീരുമാനം. ട്വിറ്ററിലൂടെയാണ് SBIയുടെ വിശദീകരണം. ജീവൻകുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. ജീവൻ, രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്ന ഒരു സാഹചര്യത്തിലാണോ SBIയുടെ പിന്മാറ്റം? ഗ്രീഷ്മ, പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് വിവാദ സർക്കുലറിൽ ഭാഗികമായ ചില മാറ്റങ്ങൾ വരുത്താൻ SBI അധികാരികൾ തയ്യാറായിരിക്കുന്നത്. നേരത്തെ 5 സൗജന്യ ഇടപാടുകൾ ഉണ്ടായിരുന്നത് അത് 4 പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 ശേഷം വരുന്ന ഓരോ ഇടപാടിനും 25 രൂപ വീതം അധികമായി ഉപഭോക്താക്കൾ നൽകണമെന്നതാണ് SBIയുടെ നിലപാട്. രാവിലെ ATM ഇടപാടിന് രാവിലെ ഇറങ്ങിയ ഉത്തരവിൽ എല്ലാ ATM ഇടപാടിനും ഇനി മുതൽ 25 രൂപ ഈടാക്കും എന്നതായിരുന്നു SBI സർക്കുലറിൽ പറഞ്ഞത്. എന്നാൽ വിവാദമാവുകയും പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തുടർന്നാണ് SBI പുതിയ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാവിലെ സംഭവിച്ചത് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ബഡ്ഡി ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഉത്തരവായിരുന്നു എന്നതാണ് അവരുടെ വിശദീകരണം. ഉത്തരവ് തയ്യാറാക്കുന്നതിലെ സാങ്കേതിക പിഴവ് മൂലമാണ് അത് പൊതുജനങ്ങൾക്ക് ആകെ ബാധകമാകുന്ന തരത്തിൽ വന്നതെന്നും SBIയുടെ വിശദീകരണ കുറിപ്പിലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ SBIയുടെ കോർപ്പറേറ്റ് ഓഫീസ്, മുംബൈയിലെ കോർപ്പറേറ്റ് ഓഫീസിന് വേണ്ടി മീഡിയ റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഋതേഷ് മേത്തയാണ് ഇപ്പോൾ ഈ കാര്യം പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഭാഗികമായ ഉത്തരവ് മാത്രമാണ്, ഭാഗികമായ ചില തിരുത്തലുകൾ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ഗ്രീഷ്മ. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തടവ് ശിക്ഷ വിധിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കർണൻ ഒളിവിലല്ല, ചെന്നൈയിൽ തന്നെയുണ്ടെന്ന് കർണന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് കർണൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാനായി ജസ്റ്റിസ് കർണനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ കൊൽക്കത്ത പോലീസ് ശ്രമം തുടരുകയാണ്. അതിനിടെയാണ് ശിക്ഷ വിധിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. തനിക്കെതിരെ കുറ്റം ചുമത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്നും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത്. രാഷ്ട്രപതിയെ കാണാനും ജസ്റ്റിസ് കർണൻ ശ്രമിക്കുന്നു എന്നാണ് സൂചന. ചെന്നൈയിലും ആന്ധ്രാപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിലും കൊൽക്കത്ത പോലീസ് അന്വേഷിച്ചു ചെന്നെങ്കിലും ജസ്റ്റിസ് കർണനെ ഇതുവരെ കണ്ടെത്താനായില്ല. രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകൾ തള്ളിയ ജസ്റ്റിസ് കർണന്റെ അഭിഭാഷകൻ അദ്ദേഹം ചെന്നൈയിൽ തന്നെയുണ്ടെന്ന് വ്യക്തമാക്കി. ഔദ്യോഗിക വാഹനവും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷയും ഒഴിവാക്കി തിരുപ്പതിക്ക് സമീപം കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് പോയെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ ചെന്നെങ്കിലും കണ്ടെത്താനായില്ല. കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 7 ബെഞ്ചാണ് കൊൽക്കത്ത ഹൈക്കോടതി ജസ്റ്റിസ് CS കർണനെ 6 മാസത്തെ തടവിന് ശിക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജസ്റ്റിസ് കർണനെതിരായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജി നിയമനത്തിനായുള്ള കൊളീജിയം സംവിധാനം വീണ്ടും ചർച്ചയാകുന്നു. കർണനെ ജസ്റ്റിസായി തിരഞ്ഞെടുത്തതിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾക്ക് കാരണമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കർണന്റെ പഴയ വിധിന്യായങ്ങളുടെ നിയമപരമായ നിലനിൽപ്പും അഭിഭാഷകർ ചോദ്യം ചെയ്തേക്കാം. അഭിഭാഷകനായിരുന്ന ചിന്നസ്വാമി സ്വാമിനാഥൻ കർണൻ കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് വരെയായി ഉയർന്നത് കൊളീജിയം സംവിധാനത്തിന്റെ 2 ഘട്ടങ്ങളിലൂടെ കടന്നാണ്. പ്രാപ്തരായ അഭിഭാഷകരിൽ നിന്നും ജഡ്ജിയാകാനുള്ള കഴിവ് കർണനിലുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് 2008 മദ്രാസ് ഹൈക്കോടതി കൊളീജിയം. അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AK ഗാംഗുലി, ജസ്റ്റിസുമാരായ PK മിശ്ര, SJ മുഖോപാധ്യായ എന്നിവരായിരുന്നു കർണനെ നിയമിച്ച കൊളീജിയം അംഗങ്ങൾ. ഇതിൽ ഗാംഗുലിയും മുഖോപാധ്യായും പിന്നീട് സുപ്രീം കോടതി ജസ്റ്റിസുമാരായി. ജസ്റ്റിസ് മിശ്രയാകട്ടെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ചു. ഇപ്പോൾ അദ്ദേഹം ഗോവ ലോകായുക്തയായി പ്രവർത്തിച്ചു വരുന്നു. ഇവർ നിർദ്ദേശിച്ച കർണന്റെ പേരടങ്ങിയ ലിസ്റ്റ് പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയം സമിതിക്ക് മുമ്പിലുമെത്തി. അന്ന് KG ബാലകൃഷ്ണൻ കർണനെ കുറിച്ചുള്ള അഭിപ്രായം മദ്രാസ് ഹൈക്കോടതിയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു അടക്കമുള്ള ജസ്റ്റിസുമാരിൽ നിന്നും തേടി. ആരും കർണനെ കുറിച്ച് എതിരഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നത് വിചിത്രമാകുന്നു. അങ്ങനെ സ്വന്തം നിലയ്ക്ക് തെരഞ്ഞെടുത്ത ജസ്റ്റിസ് കർണനെതിരെ തന്നെയാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നത്. കർണന്റെ മാനസിക നിലയിൽ പോലും സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് കർണന്റെ പഴയ വിധിന്യായങ്ങൾ മുതിർന്ന അഭിഭാഷകർ ചോദ്യം ചെയ്യുമോ എന്ന സംശയം പോലും നിലനിൽക്കുന്നതായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുത്തലാഖ് കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ വാദം ആരംഭിച്ചു. 6 ദിവസം തുടർച്ചയായി വാദം കേൾക്കും. ബഹുഭാര്യത്വം നിയമവിരുദ്ധമാണോ എന്ന വിഷയം മുത്തലാഖിനൊപ്പം പരിശോധിക്കില്ല. മതപരമായ അവകാശമെന്ന് കണ്ടെത്തിയാൽ മുത്തലാഖിൽ ഇടപെടില്ലെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി.
ചീഫ് ജസ്റ്റിസ് JS കെഹാന്റെ അധ്യക്ഷതയിൽ ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, റോഹിട്ടൺ നരിമാൻ, അബ്ദുൾ നസീർ, UU ലളിത് എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് മുത്തലാഖിൽ വാദം കേൾക്കുന്നത്. 3 പ്രാവശ്യം മൊഴിചൊല്ലി വിവാഹബന്ധം വേർപെടുത്താമെന്ന മുസ്ലിം വ്യക്തി നിയമത്തിലെ ചട്ടം ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ വരുമോയെന്ന് ബെഞ്ച് പരിശോധിക്കും. 6 ദിവസം തുടർച്ചയായി വാദം കേൾക്കാമെന്നറിയിച്ച സുപ്രീംകോടതി മുത്തലാഖിനൊപ്പം ബഹുഭാര്യത്വം നിയമവിരുദ്ധമാണോ എന്ന വിഷയം പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കി. അതേസമയം മുത്തലാഖ് മതപരമായ അവകാശമെന്ന് കണ്ടെത്തിയാൽ ഇടപെടില്ലെന്നും അറിയിച്ചു. ഭരണഘടന അംഗീകരിക്കുന്ന പേഴ്സണൽ ലോയിൽ ഉൾപ്പെടുന്നതാണ് മുത്തലാഖ് എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദം. ഖുറാനിൽ ഒരിടത്തും പരാമർശിക്കാത്ത മുത്തലാഖ് മുസ്ലിം വിരുദ്ധമാണെന്ന് ഹർജിക്കാരായ 5 മുസ്ലിം സ്ത്രീകളും ചൂണ്ടിക്കാട്ടുന്നു. മുത്തലാഖോ ബഹുഭാര്യത്വമോ ഇസ്ലാം അനുശാസിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ സഹായിക്കാനായി സുപ്രീംകോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ച മുതിർന്ന അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് പ്രാഥമിക വാദം നടത്തി. ഭാര്യയും ഭർത്താവും സമ്മതിച്ചാൽ മാത്രം വിവാഹബന്ധം വേർപെടുത്താൻ മതപുരോഹിതന്മാർക്ക് അനുവാദം നൽകാമെന്ന് ഖുർഷിദ് അറിയിച്ചു. മുസ്ലിം നിയമങ്ങളുടെ ഉത്ഭവം ശരീഅത്തിൽ നിന്നാണോ ഖുറാനിൽ നിന്നാണോ എന്ന സംശയം ഭരണഘടനാ ബെഞ്ചും ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കിഫ്ബിയുടെ പേരിൽ സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക അരാജകത്വവും ഉണ്ടാവുകയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. സിമന്റ് വില കുറയ്ക്കാൻ കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വില വർധന പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തും. സിമന്റ് വില ഏകീകരണം, വില കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച സിമന്റ് കമ്പനികളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വ്യവസായ വകുപ്പ് മന്ത്രി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ക്വാറികളിലെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സംബന്ധിച്ച സർക്കാർ പരിശോധന നടത്തും. മണൽ ഖനനം പൊതുമേഖലയിലാക്കുന്ന കാര്യം ആലോചിക്കുന്നു. വാർക്ക കമ്പികളുടെ ഗുണനിലവാര പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അനുവദനീയമായ അളവിൽ മണൽ ഖനനം ചെയ്ത് വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കിഫ്ബിയിൽ ഇപ്പോൾ 3227 കോടി രൂപയുണ്ട്. കിഫ്ബിയുടെ പണത്തിന്റെ കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. കിഫ്ബിയുടെ 27ാമത് ബോർഡ് യോഗം 4004.86 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതികൾ അംഗീകരിച്ചു. 28ാമത് ബോർഡ് യോഗം 8041.65 കോടി രൂപയുടെ പദ്ധതികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകാരം നൽകിയതായും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു. കിഫ്ബിയുടെ പേരിൽ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക അരാജകത്വം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഉറപ്പു നൽകി. അപ്പോൾ വിവിധ പദ്ധതികൾ വിവിധ വകുപ്പുകൾ തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായുള്ള പണമാണ് കിഫ്ബിയിലൂടെ ചെലവഴിക്കപ്പെടുന്നത്. ഒരു തരത്തിലുള്ള സാമ്പത്തിക അരാജകത്വവും അതിൻ്റെ ഭാഗമായി ഉണ്ടാവില്ല. ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം മാർച്ച് 2017 വരെ ആകെ 4,04,605 വൈദ്യുതി കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പ്രകാരം അപേക്ഷിച്ച 1,50,520 ഗുണഭോക്താക്കളിൽ 1,47,400 പേർക്കും കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. 2011 മുതൽ 16 വരെ കാപ്പ ആക്ട് പ്രകാരം 220 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കാപ്പ ആക്ട് സെക്ഷൻ 3 പ്രകാരം 638 പേർക്കെതിരെയും സെക്ഷൻ 15 പ്രകാരം 378 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവങ്ങളിൽ 1671 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 1627 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. 2014 കേരള മാരിടൈം ബോർഡ് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ബിൽ തിരിച്ചയച്ചു. ബില്ലിലെ ചില വകുപ്പുകൾ കേന്ദ്ര നിയമങ്ങളുമായി കൂട്ടിമുട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ബിൽ തിരിച്ചയച്ച പശ്ചാത്തലത്തിലാണ് ബിൽ പിൻവലിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ചെറുകിട തുറമുഖങ്ങളുടെ പ്രവർത്തനം, സുരക്ഷ എന്നിവ ഏകോപിപ്പിക്കുന്നതിനാലാണ് കനിയൂടും സർക്കാർ ബിൽ പാസാക്കിയത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന K. ബാബുവാണ് 2014 കേരള മാരിടൈം ബോർഡ് ബിൽ നിയമസഭയിൽ കൊണ്ടുവന്നത്. കേരളത്തിലെ ചെറുകിട തുറമുഖങ്ങളുടെ പ്രവർത്തനം, സുരക്ഷ എന്നിവ ഏകോപിപ്പിക്കുന്നതിനായിരുന്നു ബിൽ. തുറമുഖ വകുപ്പ്, മാരിടൈം സൊസൈറ്റി, മാരിടൈം വികസന ബോർഡ് എന്നിവ ഒരുമിപ്പിച്ചാണ് ബോർഡ് രൂപീകരിച്ചത്. ബിൽ നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കിയ ശേഷം അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ചു. പിന്നീട് ഗവർണർ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്ര നിയമങ്ങളുമായി ബന്ധമുള്ളതിനാലും ബില്ലിലെ ചില ക്ലോസുകൾ കേന്ദ്ര നിയമവുമായി കൂട്ടിമുട്ടുന്നു എന്നതും കാണിച്ച് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ഗവർണർക്ക് തിരിച്ചയച്ചു. ഈ സാഹചര്യത്തിൽ ഗവർണർ ബിൽ വിശദമായി വിശകലനം ചെയ്തു. ബിൽ തിരിച്ചയക്കുകയാണെന്നും ബിൽ മടക്കുന്നതോടൊപ്പം
ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവും ഗവർണർ നിയമസഭയ്ക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. ഭരണഘടനയുടെ 201 അനുച്ഛേദ പ്രകാരമാണ് ഗവർണറുടെ നടപടി. ഗവർണറുടെ സന്ദേശം സ്പീക്കർ നിയമസഭയെ വായിച്ചു കേൾപ്പിച്ചു. ബില്ലിലെ 10 വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നതായിരുന്നു രാഷ്ട്രപതിയുടെ ആവശ്യം. അതേസമയം ബിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടാതെ പിൻവലിക്കണമെന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി അവ്യക്തതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ബില്ലിൽ അപാകതയുണ്ടെങ്കിൽ അത് പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലൻ സഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് കാര്യക്ഷമ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ. പകർച്ചവ്യാധികളെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ജനുവരി മുതൽ പ്രതിരോധ പ്രവർത്തനം തുടങ്ങി. അതേസമയം H1N1 വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കനേഡിയൻ പോപ്പ് ഇതിഹാസം ജസ്റ്റിൻ ബീബറിന്റെ മാസ്മരികതയിൽ മയങ്ങി മുംബൈ. യുവതലമുറയുടെ ഹരമായ പാശ്ചാത്യ സംഗീത പ്രതിഭ ഇതാദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത്. നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പരിസര മലിനീകരണത്തെ ചെറുക്കുവാനുള്ള സംവിധാനങ്ങളുടെ അഭാവം വൃത്തിയിൽ മഹാരാഷ്ട്രയിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്ന നവി മുംബൈക്ക് നാണക്കേടുണ്ടാക്കി. വിദേശത്തു നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തിയ പാശ്ചാത്യ സംഗീതത്തിന്റെ ആരാധകർ നെരൂൾ DY പാട്ടീൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. All of us, and it's a big gang here together. You're a fan of Justin? Oh yes, absolutely. We absolutely love him and we're going to rock the show here. Yeah, we're really excited. Yeah. ഏകദേശം 50,000-ഓളം കാണികൾക്കുള്ള സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരുന്നത്. 4 മണിയോടെ സംഗീത പരിപാടി തുടങ്ങി. ഹോട്ടലിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ബീബർ സ്റ്റേഡിയത്തിലെത്തിയത്. പുതിയ ആൽബത്തിന്റെ പ്രചാരത്തിനായുള്ള പർപ്പസ് വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് കനേഡിയൻ പോപ്പ് ഇതിഹാസം ഇന്ത്യയിൽ ആദ്യമായി എത്തിയത്. നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പരിസര മലിനീകരണത്തെ ചെറുക്കുവാനുള്ള സംവിധാനങ്ങളുടെ അഭാവം വൃത്തിയിൽ മഹാരാഷ്ട്രയിൽ 1ാം സ്ഥാനത്തും രാജ്യത്ത് 8ാം സ്ഥാനവും അലങ്കരിക്കുന്ന നവി മുംബൈക്ക് നാണക്കേടുണ്ടാക്കി. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ചിറ്റൂർ പുഴ മലിനമായി കുടിവെള്ള വിതരണം നിർത്തിവെച്ചതോടെ പാലക്കാട്ടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ചിറ്റൂർ നഗരസഭാ പരിധിയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലുമാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ രാസപദാർത്ഥം കലർത്തി മലിനമാക്കിയത്. കടുത്ത വരൾച്ചയിൽ ചിറ്റൂർ മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നതിനിടയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി. നിലമ്പതി ഭാഗത്ത് മീൻ പിടിക്കാനെത്തിയവർ ചെക്ക് ഡാമിൽ രാസവസ്തുക്കൾ കലർത്തിയതായാണ് സംശയം. പുഴയിലെ 2.5 കിലോമീറ്റർ പ്രദേശത്തെ വെള്ളത്തിനാണ് കറുപ്പ് നിറവും രൂക്ഷഗന്ധവും അനുഭവപ്പെടുന്നത്. പുഴയിലെ മീനുകളും വ്യാപകമായി ചത്തുപൊങ്ങിയിട്ടുണ്ട്. ചിറ്റൂർ നഗരസഭയിലേക്കും പുതുനഗരം, കൊടുവായൂർ, പട്ടഞ്ചേരി, പെരുമാട്ടി പഞ്ചായത്തിലേക്കുമുള്ള പമ്പിംഗ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സ്ഥലവും മലിനമായി. ഇതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പരിസ്ഥിതി പ്രവർത്തകനായ S. ഗുരുവായൂരപ്പൻ: കുടിവെള്ളം എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അതോടൊപ്പം ഇവിടുത്തെ വെള്ളത്തിന്റെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് തകിടം മറിഞ്ഞിരിക്കുകയാണ്. ജലത്തിൽ ഓക്സിജന്റെ ഡിമാൻഡ് ഹൈ ആയിട്ട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കളറിന്റെ ഒരു വ്യത്യാസം. പിന്നെ അതുകൂടാതെ ഇതിന്റെ വെള്ളത്തിന് ഫൗൾ സ്മെല്ലുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ വെള്ളം ഒഴുക്കി കളയേണ്ട ഒരു സ്റ്റേജിലേക്കാണുള്ളത്. ഒഴുക്കി കളഞ്ഞാലും ഇനി എത്രത്തോളം കണ്ടാമിനേഷൻ ബാക്കിയുണ്ടെന്നുള്ളവർ അറിയില്ല. ദിനംപ്രതി 2 ലക്ഷത്തോളം ലിറ്റർ ശുദ്ധീകരിച്ച വെള്ളമാണ് ഇവിടെ നിന്ന് കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികൾ വഴി കൊണ്ടുപോകാറുള്ളത്. പമ്പിംഗ് സ്റ്റേഷനോട് ചേർന്നുള്ള തടയണ തുറന്നുവിട്ട് മലിനജലം ഒഴുക്കിക്കളയാനാണ് വാട്ടർ അതോറിറ്റിയുടെ തീരുമാനം. വെള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.